നമസ്കാരം. കസേരകൾ വാഴാത്ത കാലം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേരളത്തിൽ കോളേജ് പ്രിൻസിപ്പൽമാർക്ക് കഷ്ടകാലമാണെന്ന് തോന്നുന്നു. പാലക്കാട് ഒരു കോളേജിൽ വിരമിച്ച വനിതാ പ്രിൻസിപ്പലിന് പ്രതീകാത്മകമായി റീത്ത് വച്ചു SFI പ്രവർത്തകർ. പിള്ളേരുടെ കലാപ്രകടനം മാത്രമാണെന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി അന്ന് പറഞ്ഞത്. എറണാകുളത്ത് SFIയുടെ കോട്ടയായ മഹാരാജാസിൽ പ്രിൻസിപ്പലിൻ്റെ കസേര വരെ കത്തിച്ചു കളഞ്ഞു. തിരുവനന്തപുരത്തിത ലോ അക്കാദമി പ്രിൻസിപ്പലിനെ തൽക്കാലത്തേക്ക് അവധിയെടുപ്പിച്ച് വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പാക്കാൻ കളമൊരുങ്ങുകയാണ്. രാജിവെക്കില്ലെന്ന് പ്രിൻസിപ്പലും പ്രിൻസിപ്പൽ രാജിവെക്കാതെ സമരം തീരില്ലെന്ന് പിള്ളേരും. 3 പ്രിൻസിപ്പൽമാരും വനിതകളായിപ്പോയത് യാദർച്ഛികമാകാം. അവസാനമായിട്ട് ഈ താങ്കളുടെ ജില്ലയിലാണ് ഈ ലോ അക്കാദമി സമരം നടക്കുന്നത്. ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും നിലപാട്? പരിഹാരം ഉണ്ടാവും. ഇന്ന് തീരോ? സമരം ശക്തമായിട്ട് നടക്കുകയല്ലേ, പരിഹാരം ഉണ്ടാവും. നീതി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടും. നീതി കിട്ടിയ സമരം അവസാനിക്കും. പ്രിൻസിപ്പൽ രാജിവെക്കുന്ന നടപടി ഉണ്ടാകും. രാജിവെക്കണമെന്നുള്ളതാണല്ലോ എല്ലാവരുടെ അഭിപ്രായം. സർക്കാരിനും അതേ എല്ലാവർക്കും അഭിപ്രായം തന്നെയാണ്. അതുണ്ടാവും. Bullshit. Why the hell this government should interfere in my school surface? Nonsense. മാഡം, അല്പം അയവ് കാണിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എൻക്രോച്ച്ഡ് ലാൻഡിന്റെ കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയിലല്ലേ? മുത്തിയമ്മ പോലെ വന്ന് പുലിയെ പോലെ ചീറി നിന്ന പ്രിൻസിപ്പാളേ, പ്രിൻസിപ്പാളേ, go back, go back, go back. മുത്തിയമ്മ പോലെ വന്ന് പുലിയെ പോലെ ചീറി നിന്ന പ്രിൻസിപ്പാളേ, പ്രിൻസിപ്പാളേ, ഗോ ബാക്ക്, ഗോ ബാക്ക്, ഗോ ബാക്ക്. ഇന്നുകൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ? എന്ത് തീർക്കാനാണ് നോക്കുന്നത്? മുത്തിയമ്മ പ്രിൻസിപ്പാൾ രാജിവെക്കണം. ബുദ്ധിയുള്ള പ്രിൻസിപ്പാൾ ചാർജ് എടുക്കണം. SFI പിള്ളേരടക്കം നിരാഹാരമിരിക്കുന്ന ലോ അക്കാദമിയിൽ കോടിയേരി സഖാവ് വന്നത് സമരത്തിൻ്റെ 18ാം നാളാണ്. പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ SFI സമരം നടത്തിയപ്പോൾ കോളേജ് വളപ്പിലെത്തി പ്രിൻസിപ്പലിനോട് കയർത്ത കോടിയേരിക്ക് അന്നത്തെ ആവേശവും ഊർജവും ഇല്ലെന്നു മാത്രമല്ല, ലോ അക്കാദമി പ്രിൻസിപ്പൽ വിഷയത്തിൽ ഒരു മുട്ടിടിയുമുണ്ട്. അക്കാഡമിയിലെ സമരം വെറും വിദ്യാർത്ഥി സമരം മാത്രമാണ് കോടിയേരിക്ക്. കോളേജിന് നൽകിയ അധിക ഭൂമി തിരിച്ചു പിടിക്കണമെന്ന VSൻ്റെ ആവശ്യത്തോടും കോടിയേരിക്ക് യോജിപ്പില്ല. സമരം വെറും വിദ്യാർത്ഥി സമരം മാത്രമല്ലെന്നും പൊതുപ്രശ്നമാണെന്നും പറഞ്ഞ് VS കോടിയേരിയുടെ നിലപാട് തള്ളുകയും ചെയ്യുന്നു. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഇവരിൽ നിന്ന് ഗവൺമെന്റ് ഉടനെ തന്നെ ആ ഭൂമി തിരിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. കുട്ടികളുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ്. ആ ആവശ്യങ്ങൾ ഇതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ മറ്റൊരു അഭിപ്രായം. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ചാ. VS സമരസ്ഥലത്ത് പോയതിൽ യാതൊരു തെറ്റുമില്ല, ഞാനും പോവും. അതല്ല, ആ കണ്ടത്തിൽ അടുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ? പാർട്ടി നേതാക്കന്മാരൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾ സമരം ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം കിട്ടിയപ്പോൾ അതിൻ്റെ മേലൊരു കുത്തുവെക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ വിദ്യ നിങ്ങൾ മതിയാക്കിക്കളാം കേട്ടോ. അതൊന്നും എനിക്ക് പാർട്ടിയിൽ നടക്കാൻ പോകുന്നില്ല. തോട്ടത്തിൽ പടവലങ്ക പറിക്കാനും ഒത്താശയ്ക്കും മാധവന മുമ്പിൽ ആ ഭൂമി തിരിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. പടവലങ്ങ 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 അറിയുന്ന പോലെ അവനായിരിക്കും.
കഴിയും. ആര് മാധവനെ? അപ്പൊ കൂട്ടുകാരായി വെറുതെ കൂട്ടുകാരനോ? കൊല്ലും ഞാൻ. അപ്പൊ കരാറ് കേട്ടെ. മാധവനെ കൊല്ലാൻ പോയാണ് കണ്ണവാ. എന്താ എന്താ പ്രശ്നം? അവര് തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും കാണാൻ വരുന്ന വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യത്തിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അത് മറ്റൊരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതെ, അങ്ങനെ അധികാരപ്പെട്ടവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തികൾ തന്നെ അവർക്ക് കീഴടങ്ങുന്ന സമീപനമെടുത്താൽ അത് വിജയിക്കാൻ ഇടയില്ല. ഇപ്പോൾ ആദ്യം വിദ്യാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുള്ളതാണ് ഇതിൽ ആവശ്യം. അതിനാണ് ഞങ്ങൾ ആദ്യം പരിഗണന കൊടുക്കുന്നത്. അത് ഉണ്ടാവാതിരിക്കാനുള്ള ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തിയായി ഉയർന്നു വരേണ്ടത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. വിദ്യാർത്ഥി സമരം ഇപ്പോൾ തുടങ്ങിയതല്ലേ? ഈ ഭൂമി ഇവരുടെ കയ്യിലുണ്ടായിട്ട് ഒരുപാട് കൊല്ലമായില്ലേ? 50 വർഷമായില്ലേ? അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴെങ്ങനെയാണ് വന്നത്? ആവശ്യത്തിലേറെയുള്ള ഭൂമി തിരിച്ചെടുക്കണം. ഗവൺമെന്റ് ഭൂമിയാണത്. അല്ല, അതിനൊന്നും വേണ്ടിയിട്ടല്ല ഈ വിദ്യാർത്ഥി സമരം. ഈ വിദ്യാർത്ഥി സമരത്തിൽ ഉന്നയിക്കാത്ത പ്രശ്നം നിങ്ങൾ കൂട്ടിക്കുവച്ച് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റണ്ട. ഈ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം അവർക്ക് തന്നെ പരിഹരിക്കാൻ അറിയാം. ഇത് വിദ്യാർത്ഥി പ്രശ്നം മാത്രമാണോ അല്ലെ പൊതുപ്രശ്നമായി മാറിയിട്ടുണ്ട്? പ്രശ്നമാണല്ലോ. കോടിയേരി നേരിട്ട് വന്നതിനാൽ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ വശം അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് തോന്നുന്നു. മാനേജ്മെൻറ്റ് പ്രതിനിധികളെ AKG സെൻറ്ററിൽ വിളിച്ചു വരുത്തി പ്രശ്നത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി പ്രിൻസിപ്പലിനെ മാറ്റുന്നതടക്കം പരിഗണിച്ച് വിദ്യാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശിച്ചു. ഏതായാലും കോളേജിൻ്റെ ഭൂമി സംബന്ധിച്ച ഒരു പരാതിയും കിട്ടിയിട്ടില്ലെന്ന പരാതി റവന്യൂ മന്ത്രിക്ക് വേണ്ട. VS രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെ മുമ്പിൽ, റവന്യൂ വകുപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ആരും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഒരു ആലോചന നടത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ അവിടുത്തെ വിഷയം വിദ്യാഭ്യാസ പ്രശ്നമാണ്. വിദ്യാർത്ഥികൾ മാത്രം സമരമിരിക്കുന്ന ലോ അക്കാദമി പരിസരത്ത് ഒപ്പം സമരമിരുന്ന് മുരളീധരനും BJPയും നേട്ടമുണ്ടാക്കുമോ എന്ന ഭയവും മറ്റു പാർട്ടികൾക്കുണ്ട്. സ്ഥലം MLA ആയ മുരളീധരനും സമരമിരുന്നാലോ എന്നാലോചിക്കുകയാണ്. അതും 2-ാം തീയതി കഴിഞ്ഞ്. സ്ഥലം MLAക്ക് ഇരിക്കേണ്ടി വരില്ല. അപ്പോഴേക്കും പിള്ളേരുടെ സമരം അവസാനിച്ചിരിക്കും. സ്ഥലം MLA എന്നുള്ള നിലയ്ക്ക് മറ്റന്നാൾ ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷവും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ 2-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാരം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഭയങ്കരം തന്നെ. ആ കാര്യത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇനി സാധ്യമല്ല. ആർക്കും എന്നെ തടുക്കാനാവില്ല. കാരണം ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സ്ഥലം MLA എന്ന നിലയ്ക്ക് എനിക്ക് കാഴ്ചക്കാരനായിട്ട് നോക്കിയിരിക്കാൻ കഴിയില്ല. ഇത്രയും സമയം ഞാൻ മിണ്ടാതിരുന്നത് പ്രശ്നങ്ങളൊക്കെ രമ്യമായി തീരട്ടെ എന്നുള്ള സതുദ്ദേശത്തിലാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയം കളിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. ഏതായാലും നാളെയും മറ്റന്നാളത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ 2-ാം തീയതിയുള്ള എൻ്റെ തീരുമാനത്തിന് മാറ്റവുമില്ല. 2-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാരം നടത്താനാണ് തീരുമാനം. പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? ഇന്ന് CPI കോളേജിനെ കൈവിട്ടുവെങ്കിലും CPIക്കാരനായ N നാരായണൻ നായർക്ക് കോളേജ് തുടങ്ങാൻ ഭൂമി അനുവദിക്കാൻ മുൻകൈയെടുത്തത് 1968 അന്നത്തെ കൃഷിമന്ത്രിയും CPI നേതാവുമായിരുന്ന MN ഗോവിന്ദൻ നായരാണ്. പിന്നീട് ഭൂമി പതിച്ചു നൽകിയതാകട്ടെ കരുണാകരനും CH മുഹമ്മദ് കോയയും ചേർന്നാണെങ്കിലും കോളേജിന് ബീജാവാപം നൽകിയത് CPI ആണെന്ന് CPI നേതാവായ C ദിവാകരൻ ഏറ്റുപറയുന്നു. കേരളത്തിലെ 57 മന്ത്രിസഭയുടെ സൃഷ്ടിതാവായ MN ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഇതിന്റെ ബീജവാപം ചെയ്ത CPI ആണ്, CPIയുടെ ആളുകളാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അതിന് ഒരുപാട് അപവാദങ്ങൾ ഞങ്ങൾ കേട്ടു. C ദിവാകരന് കോളേജുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട്. കോളേജിൽ നിന്ന് ആദ്യം പുറത്താക്കപ്പെട്ട ഇര C ദിവാകരനായിരുന്നു. ഈ സ്ഥാപനത്തിൽ നിന്ന് ആദ്യം പുറത്താക്കപ്പെട്ട ഒരു പാവം വിദ്യാർത്ഥിയാണ്. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നായിരിക്കും, സുബ്രഹ്മണ്യോടൊക്കെ അറിയാം. ഈ ലാ അക്കാഡമിയിലെ 2ാമത്തെ ബാച്ചിലെ ഈവനിംഗ് ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അന്ന് എനിക്ക് തോന്നിയ ഒരു അബദ്ധമാണ്. അന്നിവിടെ ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കില്ല, ലൈബ്രറിയന് ശമ്പളം കൊടുക്കില്ല, പിയൂഡിന് ശമ്പളം കൊടുക്കില്ല, ക്ലാർക്കിന് ശമ്പളം കൊടുക്കില്ല.
അവരെല്ലാവരും കൂടി എന്നോട് ഒന്ന് പരാതി പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു നമുക്കൊരു യൂണിയൻ ഉണ്ടാകാം. ഞാൻ ഈ സ്ഥാപനത്തിൽ ആദ്യമായിട്ട് ലാ അക്കാഡമി നോൺ ടീച്ചിങ് സ്റ്റാഫ് അസോസിയേഷൻ ഉണ്ടാക്കി. ഞാനുണ്ടാക്കിയ പിന്നെ വെളി കൊടുക്കണ്ടല്ലോ, ഞാൻ തന്നെ പ്രസിഡന്റായി. യൂണിയൻ പ്രസിഡന്റ് ആയതുകൊണ്ടാണോ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? എന്നെ എന്തിനാ വെളിയിലാക്കിയെന്ന്? ഞാൻ ഒരു കൊല്ലം തോലും തയ്ച്ച് പഠിച്ചില്ല. ഞാൻ ഡിമാൻഡ് കൊടുത്ത് അദ്ദേഹം നോക്കി വെച്ചിരുന്നു. പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ യൂണിവേഴ്സിറ്റി എന്നെ പറഞ്ഞു, നിങ്ങളുടെ ഇതിവിടെ വന്നിട്ടില്ല, നിങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ വന്നിട്ടില്ല. അന്നേ തുടങ്ങിയതാണ്. ഞാൻ വന്ന അദ്ദേഹത്തോട് എൻ്റെ അറ്റൻഡൻസ് കൊടുത്തിട്ടില്ല, ഇയാളിവിടെ വന്നാലല്ലേ അറ്റൻഡൻസ് കൊടുക്കാം നമുക്ക് എന്നോട് ചോദിച്ചാണ്. അത് മോശമായി പോയി. ഹാജർ ഉണ്ടായിട്ടും പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തത്. ഞാൻ എപ്പോഴും കൃത്യമായിട്ട് വരാൻ പറ്റില്ല. ശരിയാ, രാഷ്ട്രീയക്കാരനകത്ത് ചേർന്ന എല്ലാ ദിവസവും ഒന്നും ഹാജരിക്കാനും പറ്റില്ല. നീ ഒന്നും പണയണ്ട. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. കാരുണ്യ ജന്മദിനം ഇടവേളയ്ക്ക് ശേഷം. ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. വക്ര